ടോട്ടൽ ഫ്ലോട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടു. ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കുന്ന LFT മൈനസ് EFT ആണ്. അപ്പം അത് സീറോ വരുന്നത് ചെയ്യുമ്പോൾ സീറോ വരുന്നതാണ് ക്രിട്ടിക്കൽ പാത്തായിട്ട് വരുന്നത്. ഓർ വി ക്യാൻ യൂസ് അനദർ ഫോർമുല LST മൈനസ് EST. ഇത് രണ്ടെണ്ണം ചെയ്താൽ മതി. LFT മൈനസ് EFT ഓർ LST മൈനസ് EST. ഓർ ഈ LSTയും EST ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാം. ഇപ്പം IJ ആക്ടിവിറ്റി ആണെങ്കിൽ LJ മൈനസ് EI മൈനസ് ഡ്യൂറേഷൻ. ഇത് ചെയ്താൽ മതി ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ. LJ മൈനസ് EI മൈനസ് ഡ്യൂറേഷൻ. ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ ഫോർമുല EJ മൈനസ് EI മൈനസ് ഡ്യൂറേഷൻ. ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ EJ മൈനസ് LI മൈനസ് ഡ്യൂറേഷൻ. അപ്പം ഈ മൂന്ന് ഫോർമുലാസ്, അതായത് ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല LJ മൈനസ് EI മൈനസ് ഡ്യൂറേഷന് ഈ ഫോർമുല. ദെൻ ഫ്രീ ഫോൾട്ട് കണ്ടുപിടിക്കാൻ EJ മൈനസ് EI മൈനസ് ഡ്യൂറേഷന്. ഇൻഡിപെൻഡന്റ് EJ മൈനസ് EI മൈനസ് ഡ്യൂറേഷൻ. ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലമാണ് നെക്സ്റ്റ് വൺ. ദ ഫോളോയിങ് ടേബിൾ gives the activities in a construction project and the other informations. Activity 1 2 1 3 2 3 2 4 3 4 4 5 ഇതാണ് ആക്ടിവിറ്റീസ്. അതിൻ്റെ ഡ്യൂറേഷൻ ആണ് തന്നിരിക്കുന്നത് 20 25 10 12 6 ആണ് 6 10. ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ദ നെറ്റ്വർക്ക് ഫോർ ദ പ്രോജക്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതാണ് ഡ്രോ ദ നെറ്റ്വർക്ക്. ഫൈൻഡ് ഫ്രീ ടോട്ടൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയുടെയും ഫ്രീ ടോട്ടൽ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച്, ഈ മൂന്ന് ഫോർമുല ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. വിച്ച് ആർ ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വി ക്യാൻ ഡ്രോ ദിസ് നെറ്റ്വർക്ക് ഡയഗ്രാം. നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. 1 2 20 ആണ്. അപ്പം 1 വരച്ചു. 2 20. ദെൻ 1 തന്നെ 3 പോന്നു. 3 വരയ്ക്കുമ്പോൾ 25. ദെൻ 2 3. 2ഉം 3യും കൂടെ കണക്ഷൻ ഉണ്ട്. 2 3 10. Then 2 4 12. 2 4 12. Then 3 4 6. Then 4 5 10. 4 5 10. അപ്പം നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. 1 2 3 4 5 വരച്ചു. ദെൻ ആക്ടിവിറ്റീസ് വരച്ചു. ദെൻ TEയും TLും കണ്ടുപിടിക്കാം. TE ആൻഡ് TL. ഇപ്പം E1 എന്താണ്? E1 ഈസ് ഈക്വൽ ടു, E1 സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് എപ്പോഴും 0 ആണ്. ദെൻ E2 എന്ന് പറയുന്നത് E1 പ്ലസ് E2 ഇതാണ്. അപ്പോൾ E2 വരുന്നത് 1 2 2. അപ്പോൾ E1 പ്ലസ് 20. E1 പ്ലസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ദെൻ E3 രണ്ട് സ്ഥലത്തുനിന്ന് എത്തുന്നുണ്ട്. സോ മാക്സിമം വേണം. മാക്സിമം ഓഫ് E2 പ്ലസ് 20യും E1 പ്ലസ് 25. E1 പ്ലസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് E2 20 ആണ്. അപ്പോൾ 20 പ്ലസ് 10 25. അപ്പോൾ മാക്സിമം കിട്ടുന്നത് 30 ആണ് മാക്സിമം. ദെൻ E4 ഈസ് ഈക്വൽ ടു, E4 രണ്ടിടത്തു നിന്നാണ് വരുന്നത്. സോ മാക്സിമം ഓഫ് E2 പ്ലസ് 12ഉം E3 പ്ലസ് 6ഉം ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് E2 എത്രയാണ്? 20 ആണ്. 20 പ്ലസ് 12ഉം E3 30 പ്ലസ് 6ഉം ദാറ്റ് ഈസ് ഈക്വൽ ടു
32ഉം 36ഉം. മാക്സിമം 36 ആണ്. അപ്പോൾ E4 എന്നുള്ളത് 36 ആയിട്ട് കിട്ടി. ദെൻ E5 ഈസ് ഈക്വൽ ടു E5 എന്ന് പറയുന്നത് E4 പ്ലസ് 10 ആണ്. E4 പ്ലസ് 10. അപ്പം 36 പ്ലസ് 10 46 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് L ബാക്കി നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ L5 എന്ന് പറയുന്നത് E5 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു E5 കിട്ടിയിരിക്കുന്നത് 46. ദെൻ L4 എന്ന് പറയുന്നത് രണ്ടിടത്തു നിന്നാണ് വരുന്നത്. സോ മിനിമം ഓഫ് L2 പ്ലസ് 12ഉം L4 ആണ്. L4 എന്ന് പറയുമ്പോൾ മിനിമം ഓഫ് L4 ഈസ് ഈക്വൽ ടു L4 വരുന്നത് 5 നിന്ന്. അപ്പം L5 മൈനസ് 10 ആണ്. അപ്പം L5 മൈനസ് 10. L5 ഈസ് ഈക്വൽ ടു എത്രയാണ്? L5 46 ആണ്. അപ്പോൾ 46 മൈനസ് 10 36. ദെൻ L3 അപ്പോൾ L3 എന്ന് പറയുന്നത് L3 വരുന്നത് L4 നിന്നാണ്. സോ L4 മൈനസ് 6. L4 എന്ന് പറയുന്നത് 36 ആണ്. 36 മൈനസ് 6 30. ദെൻ L2 ബാക്കിൽ നോക്കണം. L2 വരുന്നത് രണ്ടിടത്തു നിന്നാണ്. സോ മിനിമം ഓഫ് L2 വരുന്നത് L4 മൈനസ് 12ഉം L3 മൈനസ് 10ഉം ആണ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് മിനിമം ഓഫ് L4 എന്ന് പറയുന്നത് 36 മൈനസ് 12ഉം 30 മൈനസ് 10ഉം. അപ്പം മിനിമം എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇത് 24. സോ L1 ഈസ് ഈക്വൽ ടു L1 രണ്ടിടത്തു നിന്നാണ് വരുന്നത്. സോ മിനിമം ഓഫ് L2 മൈനസ് 20 L3 minus 25. That is minimum of L2 എന്ന് പറയുന്നത് 20 minus 20. L3 എന്ന് പറയുന്നത് 30 minus 25. That is equal to മിനിമം ചെയ്യുമ്പം 0 ആണ്. അപ്പം L വാല്യൂസും L1, L3, L4, L5 കണ്ടുപിടിച്ചു. E1, E2, E3, E4, E5 കണ്ടുപിടിച്ചു. Then we can draw the tape. ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കണം. ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫോൾട്ട്. അപ്പോൾ അതിനു വേണ്ടി ആക്ടിവിറ്റീസ് എഴുതാം. ആക്ടിവിറ്റീസ് IJ ടേബിൾ വരച്ചെഴുതാം. ഡ്യൂറേഷന്, ടോട്ടൽ ഫ്ലോട്ടിൻ്റെ ഫോർമുല ഇതാണ്. ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫോൾട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. ഡ്യൂറേഷൻ D. ഇപ്പം ടോട്ടൽ ഫ്ലോട്ടിൻ്റെ ഫോർമുല ഇതാണ്. LJ മൈനസ് EI മൈനസ് ഡ്യൂറേഷന്. ഫ്രീ ഫോൾട്ടിൻ്റെ ഫോർമുല ഇതാണ്. EJ മൈനസ് EI മൈനസ് ഡ്യൂറേഷന്. ദെൻ EJ മൈനസ് LI മൈനസ് D. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആക്ടിവിറ്റീസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കി എഴുതുക. 1 2 1 3 2 3 2 4 3 4 4 5. ദെൻ ഡ്യൂറേഷൻസ് 20 ക്വസ്റ്റ്യനിലുണ്ട്. 25 10 12 6 10. ദെൻ LI മൈനസ്, ഇപ്പം ഇവിടെ ജെയുടെ സ്ഥാനത്ത് 2 ആണ് വന്നിരിക്കുന്നത്. IJ എന്നാണ്. അപ്പം LJ എന്ന് പറയുമ്പം L2യുടെ വാല്യൂ L2 എന്ന് പറയുന്നത് 20. അപ്പം 20 മൈനസ് EI എന്ന് പറയുമ്പം E1 ആണ്. E1ൻ്റെ വാല്യൂ 0 ആണ്. 0 മൈനസ് 20. സോ ആൻസർ 20 എന്ന് കിട്ടും. സോറി, 20 മൈനസ് 0 20 മൈനസ് 20 ചെയ്യുമ്പോൾ 0 കിട്ടും. ആൻസർ 0. പിന്നെ അടുത്ത ആക്ടിവിറ്റി
അപ്പം L3 എന്ന് പറയുന്നത് 30 ആണ്. L3 മൈനസ് E1 ഈസ് ഈക്വൽ ടു 0 ആണ്, മൈനസ് 25. സോ ആൻസർ 5 കിട്ടും. 30 മൈനസ് 25 5. ദെൻ L3 30 ആണ്, മൈനസ് E2ൻ്റെ വാല്യൂ 20 ആണ്. 20 മൈനസ് 10. അപ്പം 10 മൈനസ് 10 0. ദെൻ L4ൻ്റെ വാല്യൂ 36 ആണ്. 36 മൈനസ് E2 20 ആണ്. 20 മൈനസ് 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 12 4 കിട്ടും. ദെൻ L4 36. E3യുടെ വാല്യൂ 30 ആണ്. 30 മൈനസ് 6 0. 4 മൈനസ് 5 10. 4 അപ്പം L5 എന്നുള്ളത് 46. L5 മൈനസ് E4ൻ്റെ വാല്യൂ 36 മൈനസ് 10 0 കിട്ടും. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിച്ചു. ദെൻ ഫ്രീ ഫോൾട്ട്. EJ മൈനസ് EI മൈനസ് D എന്നാണ് ഫ്രീ ഫോൾട്ടിൻ്റെ. അപ്പം E2 മൈനസ് E1. E2 ഈസ് ഈക്വൽ ടു 20. 20 മൈനസ് E1 0 മൈനസ് 20. ആൻസർ 0 എന്ന് കിട്ടും. ദെൻ E3യുടെ വാല്യൂ 30 ആണ്. അപ്പം 30 മൈനസ് E1 0 മൈനസ് 25 5 കിട്ടും. ദെൻ E3 മൈനസ് E2. E3 എന്ന് പറയുന്നത് 30 ആണ്, മൈനസ് E2 20 ആണ്. 20 മൈനസ് 10. ആൻസർ 0. ദെൻ E4 ഈസ് ഈക്വൽ ടു 36 മൈനസ് E2ൻ്റെ വാല്യൂ 20 ആണ്, മൈനസ് 12. ആൻസർ 4. ദെൻ E4ൻ്റെ വാല്യൂ 36 ആണ്, മൈനസ് E3 30 ആണ്, മൈനസ് 6 0. E5ൻ്റെ വാല്യൂ 46. E4 വാല്യൂ 36 മൈനസ് 10. ആൻസർ 0. ഇപ്പോൾ ഫ്രീ ഫോൾട്ട് കണ്ടുപിടിച്ചു. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് EJ മൈനസ് LI മൈനസ് D എന്നാണ്. ഇപ്പോൾ E2 ഈസ് ഈക്വൽ ടു E2ൻ്റെ വാല്യൂ 20 മൈനസ് L1 0 മൈനസ് 20. ആൻസർ 0. ദെൻ E3 ഈസ് ഈക്വൽ ടു 30 മൈനസ് L1 0 ആണ്, മൈനസ് 25. ആൻസർ 5. ദെൻ E3 30 ആണ്. L2 മൈനസ് L2 20 ആണ്. ഡ്യൂറേഷൻ 10. ആൻസർ 0. E4 വാല്യൂ 36 ആണ്, മൈനസ് L2 20 മൈനസ് 12. ആൻസർ 4 ആണ്. ദെൻ E4 36 ആണ്, മൈനസ് L3 30 ആണ്, മൈനസ് 6 0 കിട്ടി. ദെൻ E5ൻ്റെ വാല്യൂ 46 ആണ്, മൈനസ് L4ൻ്റെ വാല്യൂ 36 മൈനസ് 10. ആൻസർ 0. സോ നമുക്ക് എല്ലാം ടോട്ടൽ ഫ്രീ ഇൻഡിപെൻഡൻറ്റ് കണ്ടുപിടിച്ചു. ദെൻ ടോട്ടൽ ഫ്ലോട്ടിൽ നോക്കിയിട്ട് 0 വരുന്ന ഏതാണോ ആ ആക്ടിവിറ്റി ആയിരിക്കും 0 വരുന്ന ആക്ടിവിറ്റി. ഇപ്പം 1 to 0 ആണ് വന്നിരിക്കുന്നത്. 1 to 0 ആണ് വന്നിരിക്കുന്നത്. ദെൻ 2 3 0 ആണ് വന്നിരിക്കുന്നത്.
ദെൻ 3 4 4 5. സോ ഇത് നമുക്ക് അതായത് ക്രിട്ടിക്കൽ പാത്ത്. അപ്പം നമുക്ക് ക്രിട്ടിക്കൽ പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. ക്രിട്ടിക്കൽ പാത്ത് കിട്ടിയിരിക്കുന്നത് ഈ സീറോസ് വരുന്നത്, അതായത് 1 2 2 3 3 4 4 5. നമുക്ക് ഫിഗറിൽ ഇത് അടയാളപ്പെടുത്താം. 1 2 2 3 3 4 4 5. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ക്വസ്റ്റ്യനകത്ത്. ക്രിട്ടിക്കൽ അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മാത്രം മതി. ഡ്യൂറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട. ഡ്യൂറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ 20 + 10 + 6 + 10 46 കിട്ടും. ഇവിടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം 1 2 3 4 5 1 2 3 1 2 2 3 3 4 5. അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി. ഒന്നെങ്കിൽ 1 2 2 3 3 4 4 5. ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഫ്ലോട്ട് 0 ആയിട്ടുള്ളത്. ടോട്ടൽ ഫ്ലോട്ട് 0 ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ടോട്ടൽ ഫ്ലോട്ട് = 0 വരുന്ന ആക്ടിവിറ്റീസ് ആണ് ക്രിട്ടിക്കൽ പാത്ത്. ദിസ് ഈസ് അവർ ക്രിട്ടിക്കൽ. ഫിഗറിൽ അത് അടയാളപ്പെടുത്തുകയും ചെയ്യണം.